ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ക്ലാസിഫിക്കേഷനിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. Question: Draw an evolutionary tree of the organisms by analyzing the table given below. താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ വെച്ചിട്ട് ഒരു എവല്യൂഷണറി ട്രീ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിനകത്ത് നമുക്ക് പെക്കുലാരിറ്റീസ് തന്നിട്ടുണ്ട്, അതുപോലെ 4 ഓർഗാനിസത്തിന് പേരും തന്നിട്ടുണ്ട്. അത് ഷാർക്ക്, ഫ്രോഗ്, കങ്കാരു, മാൻവണ്ട്. അപ്പോൾ പെക്കുലാരിറ്റീസിൽ ആദ്യം പറയുന്നത് വെർട്ടിബിൾ കോളം ആണ്. അപ്പോൾ വെർട്ടിബിൾ കോളം വന്നിട്ട് ഷാർക്കിനും, ഫ്രോഗിനും, കങ്കാരിനും, മാനും ഉണ്ട്. പിന്നെ 2 പൈ ഓഫ് ലിംസ് വന്നിട്ട് ഫ്രോഗിനും, കങ്കാരിനും, മാനിനാണ്, ഷാർക്കിനില്ല. പിന്നെ മെമ്മറി ഗ്ലാൻസ് വന്നിട്ട് കങ്കാരുവിനും മാനും മാത്രമേ ഉള്ളൂ. പ്ലസന്റ വന്നിട്ട് മാനിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു എവല്യൂഷണറി ട്രീ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എവല്യൂഷണറി ട്രീ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് വെർട്ടിബ്രൽ കോളം ആണ്. അപ്പോൾ വെർട്ടിബ്രൽ കോളം പറയുന്നത് ഷാർക്കിനും, ഫ്രോഗിനും, കങ്കാരിനും, മാനും ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഷാർക്ക്, ഫ്രോഗ്, കങ്കാരു, മാൻ. അപ്പോൾ ഇതിങ്ങനെയാണ് പോയിരിക്കുന്നത്. പിന്നെ എന്താണ്? 2 പെയർ ഓഫ് ലിംസ് ആണ്. 2 പെയർ ഓഫ് ലിംസ് വന്നിട്ട് ഫ്രോഗിനും, കങ്കാരിനും, മാനിനും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ പോയിട്ട് ഫ്രോഗ്, അതുപോലെ കങ്കാരു, മാൻ പോകുന്നുണ്ട്. പിന്നെ വരുന്നത് മെമ്മറി ഗ്ലാൻസ് ആണ്. മെമ്മറി ഗ്ലാൻസ് വന്നിട്ട് കങ്കാരുവിനും മാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കങ്കാരു, മാനിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് പ്ലസന്റ ആണ്. പ്ലസന്റ വന്നിട്ട് നമുക്ക് മാനിന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എവല്യൂഷണറി ട്രീ തന്നിരിക്കുന്ന ടേബിൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. Question: Different animals and the phyla to which they belong are given below. Make pairs as shown in the model. Model man chordata. താഴെ നമുക്ക് ഡിഫറെൻ്റ് അനിമൽസ് ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതോടൊപ്പം ആ അനിമൽസ് ഏത് ഫൈലയിലാണ് ബിലോങ് ചെയ്യുന്നത് മറ്റൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഷഫിൾ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ തന്നിട്ടുണ്ട്. അതായത് മാൻ പറയുന്നത് കോർഡാറ്റ പറഞ്ഞ ഫൈലയിലാണ് ബിലോങ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളവയുടെയും ഫൈല കണ്ടുപിടിക്കണം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സ്പോഞ്ചസ് ആണ്. സ്പോഞ്ചസ് പറയുന്നത് പോറിഫെറ പറഞ്ഞ ഫൈലയിലാണ് ബിലോങ് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്ര, നിഡാരിയ, പ്ലനേറിയ, പ്ലാറ്റി, ഹെൽമിൻറ്റിസ്, റൗണ്ട് വേം, നെമാറ്റോഡ, എർത്ത് വേം, അനലിഡ, കോക്രോച്ച്, ആർട്രോപോഡ, സ്നെയിൽ, മൊല്ലുസ്ക, സ്റ്റാർഫിഷ്, എക്കിനോഡെർമറ്റ. Question: How is the DNA barcoding technology used for identifying different species? ഡിഫറെൻറ്റ് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെയാണ് DNA ബാർകോഡിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ ടെക്നോളജിയാണ്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ സ്പെസിഫിക്കും അതുപോലെ ഷോർട്ട് സെക്ഷൻ DNA ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷോർട്ട് DNA സീക്വൻസ് വന്നിട്ട് ഓരോ സ്പീഷീസിനും യുണീക്ക് ബാർകോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു DNA ബാർകോഡ് കമ്പയർ ചെയ്തിട്ട് ഒരു അൺനോൺ ഓർഗാനിസം ഏത് സ്പീഷീസിലാണ് പെടുക എന്ന് സയൻറ്റിസ്റ്റിന് പെട്ടെന്നും അക്യുറേറ്റ് ആയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. DNA barcoding is a modern technology for identifying organisms. It uses a specific short section of DNA from a particular gene. This short DNA sequence acts like a unique barcode for each species. By comparing the DNA barcode of an unknown organisms to a global database of barcodes, scientists can quickly and accurately identify the species. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: Plants without conducting tissues are included in a single group in kingdom plant. Comment: കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഇല്ലാത്ത പ്ലാന്റ്സിനെ കിങ്ഡം പ്ലാന്റയിലെ ഒരു സിംഗിൾ ഗ്രൂപ്പിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് ഇല്ലാത്ത പ്ലാന്റ്സിന് വന്നിട്ട് കിങ്ഡം പ്ലാന്റയിൽ തലോഫൈറ്റയും അതുപോലെ ബ്രയോഫൈറ്റിൻ്റെ അണ്ടറിലാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാന്റ്സിന് വന്നിട്ട് വാസ്കുലർ ടിഷ്യൂസ് കാണാൻ കഴിയില്ല. അതായത് സൈലം, ഫ്ലോയും നമുക്ക് കാണാൻ കഴിയില്ല. ഈ സൈലം ഫ്ലോയും ഇല്ലാത്തത് കൊണ്ട് വാട്ടറും അതുപോലെ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ടൊക്കെ ഡിഫ്യൂഷൻ വഴി അല്ലെങ്കിൽ ഓസ്മോസിസ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Plants without conducting tissues are grouped together in kingdom Plantae under divisions like Thallophyta and Bryophyta.
These plants lack vascular tissues, that is xylem and phloem, for water and nutrient transport, relying on diffusion and osmosis instead. Grouping them simplifies classification based on their structural and functional similarities. Question. The peculiarities of certain divisions of kingdom Plantae are given below. Identify and name the divisions by analyzing them. ഇപ്പോൾ താഴെ വന്നിട്ട് കിങ്ഡം പ്ലാന്റയിലുള്ള ചില ഡിവിഷൻസിന്റെ പെക്യുലാരിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. അത് നല്ലോണം അനലൈസ് ചെയ്തിട്ട് അത് ഡിവിഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ആദ്യത്തെ പെക്യുലാരിറ്റി എന്താണെന്ന് നോക്കാം. വാസ്കുലർ ടിഷ്യൂസ് ആർ പ്രസന്റ് റീപ്രൊഡക്ഷൻ ത്രൂ സ്പോസ്. വാസ്കുലർ ടിഷ്യൂസ് പ്രസന്റ് ആണ്. ഇപ്പൊ ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോസ് വഴിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വന്നിട്ട് ടെറിഡോഫൈറ്റി ആണ്. എക്സാമ്പിൾ വന്നിട്ട് ഫേൺസ് ആണ്. പിന്നെ അടുത്ത പെക്യുലാരിറ്റി നോക്കാം. നോ ഫ്രൂട്ട്സ് ടു കവർ ദ സീഡ്സ് റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്. അതായത് സീഡ്സിനെ കവർ ചെയ്യാനുള്ള ഫ്രൂട്ട്സ് ഇല്ല. റീപ്രൊഡക്ഷൻ വന്നിട്ട് സീഡ്സിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വന്നിട്ട് ജിംനോസ്പേം ആണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പൈൻ ട്രീസ് ആണ്. ഇനി തേർഡ് പെക്യുലാരിറ്റി നോക്കാം. നോ വാസ്കുലർ ടിഷ്യൂസ് റീപ്രൊഡക്ഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് ഗാമേറ്റ്സ് ആൻഡ് സ്പോസ്. അപ്പൊ ഇവിടെ വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഗാമേറ്റ്സിന്റെയും സ്പോസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ ഇവിടെ വരുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റി ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ മോസസ്. ക്വസ്റ്റ്യൻ. Make corrections, if any, in the underlined portions of the given statements. അപ്പോൾ താഴെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിലത്തെ ചില വേർഡ്സുകൾ അണ്ടർലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് കറക്റ്റ് ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആക്കി എഴുതും വേണം. അപ്പം ഇതിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സ്പീഷീസ് ഈസ് ദ ടാക്സോണമിക് ലെവൽ പ്ലേസ്ഡ് അബവ് ദ കിങ്ഡം. കിങ്ഡത്തിന്റെ മേലെ പ്ലേസ് ചെയ്തിരിക്കുന്ന ടാക്സോണമിക് ലെവൽ പറയുന്നത് സ്പീഷീസ് ആണെന്നാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. കാരണം കിങ്ഡത്തിന്റെ മേലെ പ്ലേസ് ചെയ്തിരിക്കുന്ന ടാക്സോണമിക് ലെവൽ എന്ന് പറയുന്നത് ഡൊമൈൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ കറക്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഡൊമൈൻ ഈസ് ദ ടാക്സോണമിക് ലെവൽ പ്ലേസ്ഡ് അബവ് ദ കിങ്ഡം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. Vertebrates are included in subphylum Vertebra of phylum Chordata. Vertebrates-നെ ഫൈലം കോർഡാറ്റയിലുള്ള സബ് ഫൈലം വെർട്ടിബ്രേറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇതിനകത്ത് കറക്ഷൻസ് ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Mammalia is the class containing organisms that complete their life cycle on land and water. ഇപ്പൊ മാമലിയ പറയുന്നത് ലാൻഡിലും വാട്ടറിലും തന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഗാനിസം ആണെന്നാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കറക്റ്റ് അല്ല. ആംഫിബിയ ആണ് ലാൻഡിലും വാട്ടറിലും ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ്. ഇപ്പൊ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ദ കറക്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആംഫിബിയ ഈസ് ദ class containing organisms that complete their life cycle on land and water. Subscribe to this channel for more videos like this. Question. Analyze the statement and reason. Find the correct answer and write down. Statement. Viruses are not included in any category of this current 6 kingdom classification. The reason. Viruses are inactive outside any living cell. അപ്പോൾ താഴെ ഒരു സ്റ്റേറ്റ്മെന്റും റീസണും തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വൈറസ് എന്ന് പറയുന്നത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്നാണ്. റീസൺ പറയുന്നത് ലിവിങ് സെല്ലിന്റെ പുറത്ത് വന്നിട്ട് വൈറസസ് ഒക്കെ ഇനാക്റ്റീവ് ആണെന്നാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, റീസൺ ഫോൾസ്. രണ്ടാമത്തെ ഓപ്ഷൻ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. മൂന്നാമത്തെ ഓപ്ഷൻസ് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഫോൾസ്, റീസൺ കറക്റ്റ് ആണ്. നാലാമത്തെ ഓപ്ഷൻ വന്നിട്ട് സ്റ്റേറ്റ്മെന്റും റീസണും ഫോൾസ് ആണ്. അപ്പൊ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് ബി ആണ്. സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ വൈറസിനെ ഒരു ട്രൂലി ലിവിങ് ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് വന്നിട്ട് ഒരു ലിവിങ് സെല്ലിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന് ഇനാക്റ്റീവ് ആണ്, അതിൽ ആക്റ്റീവ് ആവാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബി, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. The statement is true because viruses are not considered truly living organisms in the same way as cellular life. The reason is also true and explains why they are excluded. Their dependence on a host cell for all life process make them unique. Question.
ഐഡന്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. തന്നിരിക്കുന്ന റിലേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ റിലേഷൻ ഏതാണെന്ന് നോക്കാം. അത് എ പറയുന്നത് ജെല്ലി ഫിഷ്, നിഡേറിയ, ഹൂക്ക് വേം ഡാഷ്. ജെല്ലി ഫിഷ് നിഡേറിയ ആണെങ്കിൽ ഹൂക്ക് വേം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഹൂക്ക് വേം വന്നിട്ട് നെമാറ്റോഡയാണ്. അപ്പൊ ജെല്ലി ഫിഷ്, നിഡാരിയ, ഹൂക്ക് വേം, നെമാറ്റോഡ. ഇനി ബി നോക്കാം. ക്രാബ്, ആർത്രോപോഡ, ഒക്ടോപ്പസ് ഡാഷ്. ക്രാബ് ആർത്രോപോഡ ആണെങ്കിൽ ഒക്ടോപ്പസ് എന്താണ്? അപ്പൊ ഒക്ടോപ്പസ് മൊല്ലൂസ്കയാണ്. ക്രാബ്, ആർത്രോപോഡ, ഒക്ടോപ്പസ്, മൊല്ലൂസ്ക. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഇൻക്ലൂഡ്സ് മാംഗോ ട്രീ ആൻഡ് കോക്കനട്ട് ട്രീ? താഴെ തന്നിരിക്കുന്ന കാറ്റഗറീസിൽ ഏതിലാണ് മാംഗോ ട്രീയും കോക്കനട്ട് ട്രീയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ബ്രയോഫൈറ്റ, ബി ടെറിഡോഫൈറ്റ, സി ജിംനോസ്പേംസ്, ഡി ആൻജിയോസ്പേംസ്. അപ്പോൾ കോക്കനട്ട് ട്രീയും അതുപോലെ തന്നെ മാംഗോ ട്രീയും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവയിലുള്ള ഫ്രൂട്ട്സിനകത്താണ് നമുക്ക് സീഡ്സ് കാണാൻ കഴിയുക. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും വന്നിട്ട് ആൻജിയോസ്പേംസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് മാംഗോ ട്രീയും കോക്കനട്ട് ട്രീയും വന്നിട്ട് ആൻജിയോസ്പേംസ് പറഞ്ഞ കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The correct answer is D, angiosperms. Both mango and coconut trees are flowering plants. Their seeds are enclosed within a fruit. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.